ഏവർക്കും ഞങ്ങളുടെ ഈസ്റ്റർ ദിനാശംസകൾ. രാവിലെ ഈസ്റ്റർ ദിനത്തിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ലഞ്ചിന് വേണ്ടിയുള്ള പരിപാടിയാണ്. രാവിലെ വെള്ളയപ്പവും ബട്ടർ ചിക്കനുമായിരുന്നു. ചിക്കൻ കറിയൊക്കെ ഉണ്ട്. കുറച്ച് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കേര മീൻ, തിരുവനന്തപുരത്തിൻ്റെ വെള്ളച്ചൂര എന്ന് പറയുന്ന കേര മീൻ കറിയും ചുമന്ന മീൻ കറിയും അതിൻ്റെയും കുറേ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്യാനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്രിസ്ത്യൻ വിവാഹങ്ങളിലെ ഫംഗ്ഷനിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസും അല്ലാതെ ചോറ് ഊണ് ആകുമ്പോൾ അതിൻ്റെ കൂടെയുള്ള രീതിയിലുള്ള ഭക്ഷണമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. എരിശ്ശേരിയും പപ്പടവും അതേപോലെ തന്നെ മീൻ കറി, മീൻ ഫ്രൈ, ബീഫാണ് അതിൻ്റെ കൂടെ ഒരു കോമ്പിനേഷൻ. പക്ഷേ ബീഫ് ഇല്ല, അതുകൊണ്ട് ചിക്കൻ കറിയും ബട്ടർ ചിക്കനും അതിൻ്റെ കൂടെ ഫ്രൈയും, പിന്നെ അച്ചങ്ങാപ്പയർ തോരൻ, പിന്നെ ഇതിൻ്റെ കൂടെ പച്ചടി, പാവയ്ക്ക വറുത്തത്, ഇങ്ങനെ വിഭവങ്ങൾ അങ്ങനെ പോകും. എല്ലാം കൂടെ ഉണ്ടാക്കേണ്ട കാര്യമില്ല, മതിയല്ലോ. ഭക്ഷണം കഴിക്കാൻ ഇത് തന്നെ ധാരാളം. അങ്ങനെ എല്ലാ ഭക്ഷണ സാധനങ്ങളുമൊക്കെ ഉണ്ടാക്കി സമയമെടുത്തു. 1-1:30 മണിയൊക്കെ ആയി. എങ്കിലും എല്ലാം ഓരോന്നൊക്കെ ശരിയാക്കി വരണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാച്ചിമോരുമുണ്ട്, മോര് കാച്ചിയത് കൊണ്ട് അത് അതിൻ്റെ അത്യാവശ്യമാണ്. എരിശ്ശേരിയും പപ്പടവും ഉണ്ടെങ്കിൽ എരിശ്ശേരിയുടെ കൂടെ മീൻ കറി, ചുമന്ന മീൻ കറി വേണം. പിന്നെ മോരൊഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇറച്ചി വിഭവങ്ങളാണ് ഇതിലൂടെ ചേർത്ത് കഴിക്കുന്നത്. ഒന്നുകിൽ ബീഫ് അല്ലെങ്കിൽ ചിക്കൻ കറിയോ ഫ്രൈയോ ഏതെങ്കിലുമാണ്. പിന്നെ കാബേജ് തോരനാണ് എല്ലാവരും സ്ഥിരം കല്യാണത്തിനുമൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ അച്ചിങ്ങപ്പയർ ആണ്, കാബേജ് ആർക്കും ഇത്ര വലിയ താല്പര്യമില്ല. പിന്നെ അല്ലാതുള്ള പച്ചടിയൊന്നും ഉണ്ടാക്കിയില്ല. വ്യാഴാഴ്ച ദിവസം ഞാൻ മാങ്ങാ പച്ചടിയൊക്കെ ഉണ്ടായി, അതൊക്കെ തീർന്നു. പിന്നെ ഇത്രയും വിഭവങ്ങൾ തന്നെ ഉണ്ട്, അത് ധാരാളം മതി. അങ്ങനെ സന്തോഷത്തോടെ 50 ദിവസത്തെ നോയമ്പിന് ശേഷം ഈസ്റ്ററിൻ്റെ എല്ലാ സന്തോഷവും ദേവാലയത്തിൽ പോയി ആരാധനയ്ക്കൊക്കെ ശേഷം വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ലഞ്ച് ഒക്കെ കഴിക്കാനും ഇതൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ദൈവം ആരോഗ്യവും ശക്തിയും ബലവും ഒക്കെ തന്നു. കുഞ്ഞുങ്ങളൊക്കെ അവരുടെ വീട്ടിൽ അവരുടെ കുടുംബാംഗങ്ങളോടൊന്നിച്ച്, അവരുടെ വീട്ടിലെ പേരൻസൊക്കെ ഉണ്ട്, അവരോടൊന്നിച്ച് ഭക്ഷണമൊക്കെ അവരൊക്കെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കിയത്. അതുപോലെ ഇന്ന് ഏപ്രിൽ 20 എൻ്റെ മൂത്ത മകളുടെ മകൻ്റെ 12 വയസ്സ് തികയുന്ന ഡിയോൺ മോൻ, അവൻ്റെ ബർത്ത്ഡേയും കൂടാണ്. അതുകൊണ്ട് ബർത്ത്ഡേയും ഈസ്റ്ററും ഒന്നിച്ച് വന്നു. അതിൻ്റെ കേക്ക് കട്ടിക്കും അതിൻ്റെ ഭക്ഷണം സംഗതികളും പാചകം ചെയ്യലും എല്ലാവരും കൂടെ സന്തോഷമായിട്ടൊക്കെ കഴിച്ചു. ഒക്കെ അവർ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നു. ഇനി ദൈവം വെച്ചാൽ ഈ മാസം സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വരും. മൂത്തമോൾക്ക് ഹൈസ്കൂളിൽ ആയതുകൊണ്ട് 8ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക്, മാർക്ക് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് വീണ്ടും അവരെ പഠിപ്പിച്ച് പരീക്ഷ എഴുതുന്ന സമ്പ്രദായം ഇപ്പോൾ ഉണ്ടല്ലോ ഗവൺമെൻറ്റിൻ്റെ. അതിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ക്ലാസ് 24 പരീക്ഷയാണ്. അതിന് മുമ്പ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ട്, അതുകൊണ്ടാണ് നേരത്തെ പോയത്. അപ്പം എല്ലാവരും സന്തോഷമായി അവരവരുടെ ഭവനങ്ങളിലിരിക്കുന്നു. എല്ലാവരും വിളിച്ചു, മക്കളും മരുമക്കളും കൊച്ചുമക്കളൊക്കെ വിളിച്ച് ഈസ്റ്ററാശംസകളൊക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരുടെയും സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾക്ക് രാവിലെ മുതൽ ധാരാളം ഫോൺ കോളുകളൊക്കെ വന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈസ്റ്റർ ദിനാശംസകൾ പറഞ്ഞു. എപ്പോഴും ഒന്നും എല്ലാവരുടെ വീടുകളിൽ പോകാനോ അവർക്ക് നമ്മുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എല്ലാം ടെലിഫോണിൽ കൂടെ ഒക്കെയുള്ള കോണ്ടാക്റ്റും ഒക്കെയാണ്. പിന്നെ വല്ല കല്യാണം, മമോദീസ, പിന്നെ ആരെങ്കിലും മരണങ്ങൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചു കൂടും. അതുവരെ ഒക്കെ നമ്മുടെ അവരോട് വീടുകളിലിരുന്ന് കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാൻ കൊച്ചു വീഡിയോസ് ഈ ചാനലിൽ ഇടുന്നുണ്ട്. അതൊക്കെ കണ്ട് ആരാണെന്നറിയില്ലെങ്കിലും 1.1K വ്യൂസും 1K സബ്സ്ക്രൈബേഴ്സുമായിട്ടുണ്ട്. ആരാണെന്ന്